അപ്പൊ എങ്ങനെയാ നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങുമല്ലേ? ചില സാങ്കേതിക കാരണങ്ങളാൽ 30 ഡേയ്സ് ചാലഞ്ചിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വീണ് കഴിഞ്ഞാൽ എണീറ്റ് ഓടണം എന്നാണല്ലോ. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. ആഹാ, അടിപൊളി കാണി. ടീം സ്പോർട്ടിന്റെ വക എന്തോ മാരത്തോൺ പരിപാടി നടക്കുകയാണ്. യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഇത്രയും ഭംഗിയായി കാണാൻ കാരണം അവരുടെ വേസ്റ്റ് മാനേജ്മെന്റും ക്ലീനിങ്ങും തന്നെയാണ്. എന്തായാലും സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്. അപ്പൊ പിന്നെ ഇന്ന് ഫുൾ ബോഡി വർക്കൗട്ട് തന്നെ ആവാം. സൺഡേ നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്തതിന്റെ വിഷമം എന്റെ മുഖത്ത് നല്ല പോലെ ഉണ്ട് കേട്ടോ. എന്റെ നടത്തം സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താറാവ് നടക്കുന്നത് കൂട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കോട്ട് അടിക്കുന്ന സമയത്ത് എന്റെ കാല് വൈഡായി പോവാറുണ്ട്. പക്ഷേ ഈ ഒരു മെഷീൻ വൈഡാവാതിരിക്കാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. പുഷപ്പ് എങ്ങനെയൊക്കെ ട്രൈ ചെയ്താലും ഒരെണ്ണം പോലും എനിക്ക് കറക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളപ്പ് അതും പറ്റില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്റെ ഒരു ചെറിയ ആഗ്രഹമാണ് ഈ വർഷം അവസാനം ആകുമ്പോഴത്തേനും 5 പുള്ളപ്പും പുഷപ്പും എങ്കിലും എടുക്കാൻ പറ്റണേന്ന്. മാക്സിമം കയ്യിന് സ്ട്രെങ്ത് കൂട്ടാ. അതേ ഉള്ളൂ ഇനിയൊരു മാർഗം. ഫസ്റ്റ് ജിമ്മിൽ പോയി തുടങ്ങിയ സമയത്ത് ഈ ഒരു ബാർ എടുത്ത് പൊക്കാൻ ഞാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടോ, ചെറിയൊരു വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് പൊക്കാൻ പറ്റാറുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് അർത്ഥം. കാലിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 സെറ്റ് സ്ക്വാട്ടും കൂടെ ചെയ്തേ. ഈ കാണുന്ന വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ണു തുറക്കുന്ന സമയത്ത് കിളി പാറിയൊരു അവസ്ഥ വരാറുണ്ട്. തുടക്കത്തിലുള്ള വാമപ്പും ലാസ്റ്റുള്ള സ്ട്രെച്ചിങ്ങും നല്ല വൃത്തിയായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല വേദനയായിരിക്കും പിറ്റേ ദിവസം. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന ചേച്ചിയുടെ പോലെ ഒന്ന് സെറ്റ് ആയാൽ മതിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. നേരെ വീട്ടിൽ പോയിട്ട് എന്റെ വേ പ്രോട്ടീനും എടുത്തു കേട്ടോ. ബാക്കി നാളെ.